ഹായ്, കെനിയിൽ നിന്നാണ്. ഒരു വലിയ ബിബ്ലിക്കൽ പ്രിൻസിപ്പിളാണ് എല്ലാവരോടും പോയി അഭിപ്രായം ചോദിക്കരുത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, യേശു ജനിച്ചപ്പോൾ വിദ്വാൻമാർക്ക് നക്ഷത്രം പ്രത്യക്ഷമായി. അവർ ആ നക്ഷത്രത്തെ ഫോക്കസ് ചെയ്ത് യേശു കിടക്കുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് അവരുടെ ജ്ഞാനത്തിൽ ചിന്തിച്ച് അവർ ഹെരോദാവിനടുത്ത് പോയി ചോദിക്കുവാണ്, രാജാവായി പിറന്നവൻ എവിടെ? യഹൂദന്മാർ രാജാവായി പിറന്നവൻ എവിടെ? നമുക്കറിയാം എന്തു വലിയ കോൺസിക്വൻസസ് ആണ് അതുണ്ടാക്കിയത്. വാസ്തവത്തിൽ അവർ ഹെരോദാവിനോട് പോയി ചോദിക്കേണ്ട ഒരു കാര്യമില്ല. അവരവരുടെ ജ്ഞാനത്തെ ആശ്രയിച്ചു കൊണ്ടാണ് അത് സംഭവിച്ചത്. അവർ വാസ്തവത്തിൽ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒരു നക്ഷത്രം കണ്ടു, ആ നക്ഷത്രം അനുസരിച്ച് അവർ ശരിക്കും മുമ്പോട്ട് പോയാൽ മതിയായിരുന്നു. ദ സെയിം വേ, നിങ്ങൾ വെൻ യു ഗോ ഫോർവേഡ് ഹിയറിങ് ഗോഡ്സ് വോയിസ്, ദൈവത്തിൻ്റെ ശബ്ദത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ജ്ഞാനവും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ചില സമയം മാറ്റി വെക്കുന്നതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് നല്ലത്. ഈ ഞാൻ പറഞ്ഞ ഇൻസിഡൻ്റ് ഒരു വലിയ എക്സാമ്പിളാണ് അതിന്. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, ആവശ്യമില്ലാത്ത ഒരു അഭിപ്രായം ചോദിക്കരുത്. ആ അഭിപ്രായമാണ് 2 വയസ്സിൽ താഴെയുള്ള അനേകം കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അതാണ് അവർ വലിയ സ്ട്രഗിളിൽ പോകാൻ കാരണം. അപ്പോൾ അഭിപ്രായം ചോദിക്കരുത്. 2, ഒരു നക്ഷത്രം നിങ്ങളുടെ മുമ്പിൽ ഉള്ളപ്പം, എന്ന് പറഞ്ഞാൽ ഒരു കർത്താവിൻ്റെ ഗൈഡൻസ് ഉള്ളപ്പം ആ ഗൈഡൻസിൽ പോവുക എന്നുള്ളത് നമ്മുടെ ഒരു സ്പിരിച്വൽ മച്യൂരിറ്റിയാണ്. ഗോഡ് ബ്ലെസ്.